തമിഴിലുള്ള ലീഡിംഗ് ആക്ടേഴ്സൊക്കെ ഒരുപാട് 100 കോടി സിനിമകളൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ രജനീകാന്ത് ആയാലും വിജയ് ആയാലും സൂര്യ ആയാലും അജിത്ത് ആയാലും അങ്ങനെ നിരവധി സിനിമകളൊക്കെ ഇവരുടെയൊക്കെ ലിസ്റ്റിൽ തന്നെ ഒരുപാട് 100 കോടി ക്ലബ്ബ് സിനിമകളൊക്കെ ഉണ്ട്. പക്ഷേ ഇവർക്കൊക്കെ ഒരു തുടക്കമായി തീർന്നിട്ടുള്ള അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ ഒരു 100 കോടി എന്ന ഒരു ക്ലബ്ബിലോട്ട് നേട്ടം കുറിച്ചിട്ടുള്ള സിനിമകൾ ഏതൊക്കെയെന്നാണ്. ആദ്യമായിട്ട് തമിഴ് സിനിമയിൽ 100 കോടി ക്ലബ്ബ് എന്ന നേട്ടം സ്വന്തമാക്കുന്നത് രജനീകാന്ത് ആണ്. 2007 പുറത്തിറങ്ങിയിട്ടുള്ള ശിവാജി എന്ന സിനിമയാണ് തമിഴ്നാട്ടിലായാലും ആദ്യത്തെ 100 കോടിയും രജനീകാന്തിന്റെ കരിയറിലെ തന്നെ ആയാലും ആദ്യത്തെ 100 കോടി ചിത്രവും. ഈ ഒരു ചിത്രം അന്ന് തിയേറ്ററിലേക്ക് റിലീസ് എത്തിയ സമയത്ത് ഏറ്റവും വലിയൊരു തരംഗം തന്നെയായിരുന്നു കുറിച്ചിട്ടുള്ളത്. ഈ ഒരു ചിത്രത്തിന് ശേഷമാണ് പിന്നീട് പല 100 കോടി ചിത്രങ്ങളൊക്കെ അവിടെ ആയാലും വരാൻ തുടങ്ങിയിട്ടുള്ളത്. ഈ ഒരു ചിത്രം അന്നത്തെ തന്നെ ഏറ്റവും വലിയൊരു ഹിറ്റ് തന്നെയായി മാറിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്തുള്ളത് കമലഹാസനാണ്. കമലഹാസനാണ് തമിഴ്നാട്ടിൽ രണ്ടാമതായി 100 കോടി ക്ലബ്ബ് സിനിമ സ്വന്തമാക്കുന്നത്. ചിത്രം 2008 പുറത്തിറങ്ങിയിട്ടുള്ളത്. ചിത്രത്തിന്റെ പേരായി വരുന്നത് ദശാവതാരം എന്നാണ്. ഈ ഒരു ചിത്രവും അക്കാലത്തെ ഏറ്റവും വലിയൊരു വിജയം തന്നെയായി മാറിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രം വലിയൊരു തരംഗം തന്നെയായി മാറിയിട്ടുണ്ടായിരുന്നു. പല വേഷത്തിലൊക്കെ ആയിട്ടായിരുന്നു കമലഹാസൻ ഈ ഒരു ചിത്രത്തിലായാലും എത്തിയിട്ടുള്ളത്. ഈ ഒരു ചിത്രത്തിന് വലിയൊരു ഹൈപ്പ് തന്നെ ഉണ്ടായിരുന്നു. കമലഹാസൻ പല വേഷത്തിലായി എത്തുമെന്നൊക്കെ. അതുകൊണ്ടൊക്കെ തന്നെ കൂടാൻ നല്ലൊരു റെസ്പോൺസ് കൊണ്ടൊക്കെ തന്നെ ചിത്രം അന്ന് അക്കാലത്ത് വലിയൊരു വിജയം തന്നെയായി മാറിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലിസ്റ്റിൽ മൂന്നാമത് തമിഴ്നാട്ടിൽ 100 കോടി അടിച്ചിട്ടുള്ളത് സൂര്യയാണ്. അക്കാലത്ത് സൂര്യ വലിയൊരു ഹൈപ്പിൽ നിന്ന ടൈമിലായിരുന്നു ഈ ഒരു ചിത്രം തിയേറ്ററിലേക്ക് റിലീസിന് എത്തിയിട്ടുള്ളത്. ചിത്രത്തിന്റെ പേരായി വരുന്നത് ഏഴാം അറിവ് എന്നാണ്. ഈ ഒരു ചിത്രം 2011 വേലുമായിട്ട് തിയേറ്ററിലേക്ക് റിലീസിന് എത്തിയിട്ടുള്ളത്. ഏറ്റവും വലിയൊരു ഹൈപ്പിൽ സൂര്യയുടെ എക്കാലത്തും വലിയൊരു ഹൈപ്പിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഒരു ചിത്രമായതുകൊണ്ടൊക്കെ തന്നെ ചിത്രം അന്ന് 100 കോടി രൂപയോളം കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സൂര്യയ്ക്ക് ശേഷം പിന്നീട് നാലാമതായി തമിഴ്നാട്ടിൽ നിന്ന് 100 കോടി കളക്ട് ചെയ്തിട്ടുള്ള ആക്ടർ വിജയ് ആയിരുന്നു. വിജയുടെ ഈ ഒരു ചിത്രമായാലും വലിയൊരു ഹൈപ്പ് ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നല്ലൊരു ഹൈപ്പിൽ പുറത്തിറങ്ങി ഫസ്റ്റ് ഡേ മുതൽ നേടാൻ സാധിച്ചുള്ള മികച്ച റെസ്പോൺസ് കൊണ്ട് തന്നെ വലിയൊരു വിജയമായിട്ടുണ്ടായിരുന്നു. ചിത്രത്തിന്റെ പേര് വരുന്നത് തുപ്പാക്കി എന്നാണ്. ഈ ഒരു ചിത്രം 2012 വെല്ലുമായിട്ട് തിയേറ്ററിലേക്ക് റിലീസിന് എത്തിയിട്ടുള്ളത്. വിജയുടെ കരിയർ തന്നെ ഏകദേശം മാറ്റിമറിച്ച ഒരു ചിത്രം എന്ന് തന്നെ പറയാം. ഈ ഒരു ചിത്രത്തിന് ശേഷമാണ് പിന്നീട് വിജയ്ക്ക് പല കണ്ടിന്യൂസ് 100 കോടി ചിത്രങ്ങളൊക്കെ ആയാലും അച്ചീവ് ചെയ്യാനായാലും സാധിച്ചിട്ടുള്ളത്. ഈ ഒരു ചിത്രം അന്ന് തിയേറ്ററിൽ ഒരു ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ ചിത്രം തന്നെയായിരുന്നു. ഈ ഒരു ലിസ്റ്റിൽ 5ാം സ്ഥാനത്തുള്ളത് തല അജിത്ത് ആണ്. അജിത്തിന്റെ തന്നെ ആയാലും വലിയ ഹൈപ്പ് എന്ന് പറയാൻ പറ്റില്ല. അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത ഹൈപ്പിൽ പുറത്തിറങ്ങി മികച്ച റെസ്പോൺസ് കൊണ്ട് തന്നെ ഏകദേശം ഒരു 100 കോടി രൂപ കളക്ട് ചെയ്തിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ആരംഭം എന്ന ചിത്രം. ഈ ഒരു ചിത്രം 2013 വെല്ലുമായിട്ട് തിയേറ്ററിലേക്ക് റിലീസിന് എത്തിയിട്ടുള്ളത്. കേരളത്തിലായാലും ഈ ഒരു ചിത്രം തന്നെയാണ് അജിത്തിന്റെ ഓൾ ടൈം ഹൈയസ്റ്റ് ഗ്രോസർ എന്ന റെക്കോർഡും ഈ ഒരു ചിത്രം തന്നെയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇതിന് മികച്ച ഒരു ചിത്രം തന്നെയായിരുന്നു. ഈ ഒരു ലിസ്റ്റിൽ 6ാം സ്ഥാനത്തുള്ളത് ചിയാൻ വിക്രം ചിത്രമാണ്. ചിയാൻ വിക്രമിന്റെ ആയാലും അക്കാലത്ത് ഏറ്റവും വലിയൊരു ഹൈപ്പിലായിരുന്നു ഈ ഒരു ചിത്രം പുറത്തിറങ്ങിയിട്ടുള്ളത്. കൂടാതെ തന്നെ ഈ ഒരു ചിത്രം തിയേറ്ററിലേക്ക് റിലീസിനെത്തിയ സമയത്തും നല്ല റെസ്പോൺസ് ഒക്കെ നേടിയെടുക്കാൻ സാധിച്ചു. ഈ ഒരു ചിത്രം 2015 പുറത്തിറങ്ങിയിട്ടുള്ള ഐ എന്ന ചിത്രമാണ്. ഐ എന്ന ചിത്രമാണ് ചിയാൻ വിക്രമിന്റെ കരിയറിലെ തന്നെ ആദ്യത്തെ 100 കോടി ക്ലബ്ബ് എന്ന നേട്ടം സ്വന്തമാക്കിയിട്ടുള്ള ചിത്രം. ഈ ഒരു ലിസ്റ്റിൽ 7ാം സ്ഥാനത്തുള്ളത് രാഘവ ലോറൻസ് ആണ്. രാഘവ ലോറൻസിന്റെ ഏറ്റവും വലിയ ഹിറ്റായി മാറിയിട്ടുള്ള ചിത്രമായിരുന്നു കാഞ്ചന എന്ന ചിത്രം. പിന്നീട് പുറത്തിറങ്ങിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു കാഞ്ചന 2 എന്ന ചിത്രം. ചിത്രം 2015 വെല്ലുമായിട്ട് തിയേറ്ററിലേക്ക് റിലീസിന് എത്തിയിട്ടുള്ളത്. കാഞ്ചന 2 എന്ന ചിത്രമാണ് രാഘവ ലോറൻസിന്റെ കരിയറിലെ തന്നെ ആദ്യത്തെ 100 കോടി ക്ലബ്ബ് എന്ന നേട്ടമൊക്കെ സ്വന്തമാക്കി കൊടുത്തിട്ടുള്ള ചിത്രം. ഈ ഒരു ലിസ്റ്റിൽ 8ാം സ്ഥാനത്തുള്ളത് കാർത്തിയാണ്. കാർത്തിയുടെ ഈ ഒരു ചിത്രം പലവരും തന്നെ ആ ഒരു ടൈമിൽ ഞെട്ടിയ ഒരു ചിത്രമാണ്. കാരണം ഈ ഒരു ചിത്രം അന്ന് ക്ലാഷ് റിലീസായി എത്തിയിട്ടുള്ളത് ബിഗിൽ എന്ന ചിത്രത്തിന്റെ കൂടെ, വിജയുടെ ബിഗിൽ എന്ന ചിത്രത്തിന്റെ കൂടെ ആയിരുന്നു. പലവരും തന്നെ ചിലപ്പോൾ പരാജയപ്പെടുമെന്ന് പ്രതീക്ഷിച്ചുള്ള അല്ലെങ്കിൽ അത്ര വലിയ ക്ലാഷ് ആയിട്ട് റിലീസിനെത്തി ഏറ്റവും വലിയൊരു വിജയമായിട്ടുള്ള ചിത്രമായിരുന്നു കൈദി എന്ന ചിത്രം. ഈ ഒരു ചിത്രമാണ് കാർത്തിയുടെ കരിയറിലെ തന്നെ ആദ്യത്തെ 100 കോടി ക്ലബ്ബ് എന്ന നേട്ടമൊക്കെ സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ ഒരു ലിസ്റ്റിലെ 9ാം സ്ഥാനത്തുള്ളത് ശിവകാർത്തികനാണ്. ശിവകാർത്തികന്റെ കരിയറിലെ തന്നെ ആദ്യത്തെ 100 കോടി ക്ലബ്ബ് എന്ന നേട്ടം കുറിച്ചിട്ടുള്ള ചിത്രമായിരുന്നു ഡോക്ടർ എന്ന ചിത്രം. ചിത്രം 2021 ആയിരുന്നു തിയേറ്ററിലേക്ക് റിലീസിന് എത്തിയിട്ടുള്ളത്. ഈ ഒരു ചിത്രം തിയേറ്ററിലേക്ക് റിലീസ് എത്തിയ സമയത്ത് വളരെ മികച്ച റെസ്പോൺസ് ഒക്കെ നേടിയെടുക്കാൻ സാധിച്ചു വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ വിജയം നേരിട്ടുള്ള ഒരു ചിത്രം കൂടിയായിരുന്നു. 10ാം സ്ഥാനം സ്വന്തമാക്കിയിട്ടുള്ളത് ധനുഷാണ്. ധനുഷിന്റെ ഈ ഒരു ചിത്രം തിയേറ്ററിലേക്ക് റിലീസിന് എത്തിയ ടൈമിൽ അങ്ങനെ ആരും പ്രതീക്ഷിച്ചില്ല ഈ ഒരു ചിത്രം വലിയൊരു ഹിറ്റ് ആകുമെന്ന് പലരും പ്രതീക്ഷിച്ചെങ്കിലും വലിയൊരു വിജയം അല്ലെങ്കിൽ ഒരു 100 കോടി കളക്ട് ചെയ്യുമെന്നൊക്കെ പലവരും ആ ടൈമിൽ പ്രതീക്ഷിച്ചില്ലായിരുന്നു. ആ ഒരു ചിത്രം ഒരു ഫാമിലി ചിത്രമാണ്. ചിത്രത്തിന്റെ പേരായിരുന്നത് തിരുച്ചിത്ര അമ്പലം എന്നാണ്. ഈ ഒരു ചിത്രം അന്ന് ധനുഷിന്റെ കരിയറിൽ തന്നെ ആദ്യത്തെ 100 കോടി ക്ലബ്ബ് എന്ന നേട്ടമൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രം നമ്മുടെ കേരള ബോക്സ് ഓഫീസിലായാലും അത്യാവശ്യം വലിയൊരു വിജയം തന്നെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലിസ്റ്റിൽ 11ാമത് തമിഴ്നാട്ടിൽ നിന്ന് 100 കോടി ക്ലബ്ബ് നേടിയ ഒരു ആക്ടർ എന്ന് പറയുന്നത് വിശാലാണ്. വിശാലിന്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ ഹൈപ്പിൽ പുറത്തിറങ്ങിയിട്ടുള്ള ചിത്രമായിരുന്നു മാർക്ക് ആന്റണി എന്ന ചിത്രം. ഈ ഒരു ചിത്രം 2023 പുറത്തിറങ്ങിയിട്ടുള്ളത്. ഈ ഒരു ചിത്രമാണ് വിശാലിന്റെ കരിയറിലെ തന്നെ ആദ്യത്തെ 100 കോടി ചിത്രം. ഈ ഒരു ലിസ്റ്റിൽ 12ാം സ്ഥാനത്തുള്ള വിജയ് സേതുപതിയാണ്. വിജയ് സേതുപതിയുടെ 2024 പുറത്തിറങ്ങിയിട്ടുള്ള മഹാരാജ എന്ന ചിത്രമാണ് തിയേറ്ററിൽ ആദ്യമായി 100 കോടി ക്ലബ്ബൊക്കെ ഇടം പിടിക്കുന്നത്. ഈ ഒരു ചിത്രമായാലും റെസ്പോൺസ് കൊണ്ടാണ് അത്രയും വലിയൊരു വിജയമൊക്കെ അന്ന് നേടിയിട്ടുള്ളത്. ഈ ഒരു ലിസ്റ്റിൽ 13ാം സ്ഥാനത്ത് സുന്ദർസിയാണ്. സുന്ദർസിയുടെ അരമനെ 4 എന്ന ചിത്രമാണ് 100 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചിട്ടുള്ളത്. ഈ ഒരു ചിത്രം 2024 വെല്ലുമായിട്ട് തിയേറ്ററിലേക്ക് റിലീസിന് എത്തിയിട്ടുള്ളത്. ഈ ഒരു ലിസ്റ്റിൽ 14ാം സ്ഥാനത്തുള്ളത് പ്രദീപാണ്. പ്രദീപിന്റെ ഫസ്റ്റ് ചിത്രമായിട്ടുള്ള ലവ് ടുഡേ ഏകദേശം ഒരു 83-85 കോടി രൂപയ്ക്ക് അടുത്തോളമൊക്കെ ഗ്രോസറൊക്കെ നേടിയിട്ടുണ്ടായിരുന്നു. എന്നാലും 100 കോടി എന്ന ക്ലബിലോട്ടൊന്നും ഇടം പിടിക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. ആ ഒരു ടൈമിലായിരുന്നു ഡ്രാഗൺ എന്ന ചിത്രം 2025
അതായത് ഈ വർഷം തിയേറ്റർ ഒളികിയ റിലീസിനെത്തി 100 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ച് പ്രദീപിന്റെ കരിയറിലെ തന്നെ ആദ്യത്തെ 100 കോടി ചിത്രം എന്ന റെക്കോർഡൊക്കെ സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ ചിത്രങ്ങളൊക്കെയാണ് നമ്മളിലെ ലീഡ് ആക്ടേഴ്സിന്റെ ആദ്യത്തെ 100 കോടി ചിത്രങ്ങൾ. ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ചിത്രം ഏതാണെന്ന് തീർച്ചയായും കമന്റ് ചെയ്യുക. കൂടാതെ തന്നെ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായങ്ങളും തീർച്ചയായും കമന്റ് ചെയ്യുക.